എന്നോട് പ്രാർത്ഥിക്കുക എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്, നല്ലതാണ്, പുണ്യമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചുകൊള്ളുക, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക, എന്നോട് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹിന്റെ റസൂല്? അതും നമുക്ക് ഉദ്ധരിക്കാം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നോട് നിങ്ങൾ സഹായം ചോദിച്ചുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ വഫാത്തായതിന്റെ ശേഷം നിങ്ങൾക്ക് എന്നോട് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് ഏതെങ്കിലും ഒരു സ്വഹാബി ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ എനിക്ക് മാപ്പ് നൽകണമേ, ഞാൻ ഒരുപാട് തെറ്റുകൾ അള്ളാഹിനോട് ചെയ്തു പോയി, അതെനിക്ക് മാപ്പ് നൽകണമേ, അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് ഹിദായത്ത് നൽകണമേ, എന്നെ ഹിദായത്തിലേക്ക് ചേർക്കണമേ, എനിക്ക് സ്വർഗം നൽകണമേ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ഏതെങ്കിലും ഒരു സ്വഹാബി ചോദിച്ചതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, പറയുകയാണ്. തീർച്ചയായും നമുക്കിത് പ്രയോജനപ്പെടണം. എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയെന്ന് ഇവിടെ വച്ച് വേർതിരിയണം. അഥവാ ഈ മരിച്ചുപോയ മഹാത്മാവിനോട് ചെന്ന് ചോദിക്കുമ്പോ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എന്നെ സഹായിക്കണേ എന്നാണോ ഈ ചോദ്യകർത്താവ് പറയുന്നത്? അല്ലെങ്കിൽ ആ മഹാൻ നമുക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ചെയ്യും, അങ്ങനെ ശുപാർശ ചെയ്തുകൊണ്ട് നമുക്ക് തരും, അല്ലാഹ് തരും എന്നാണോ ആ ചോദിക്കുന്നതിന്റെ അർത്ഥം? അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അതേ കാര്യം ആ മഹാൻ തന്നെ നമുക്ക് തരും എന്നാണോ ഞാൻ ചോദിക്കുന്നതിന്റെ അർത്ഥം? ഇതൊക്കെ ഒന്ന് വേർതിരിയണം. അതാണെങ്കിൽ നമുക്ക് ആ വിഷയ സംബന്ധമായിട്ട് ഒരു ചർച്ച നമുക്ക് വേറെ വയ്ക്കാം. അതല്ല, ഇവിടെ ഇപ്പോൾ അത് സമ്മതിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കുന്ന ഏത് കാര്യവും ചോദിക്കാമെന്ന് തന്നെയാണ് സമ്മതിക്കുന്നതെങ്കിൽ അതും ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്, അത് സമുദായത്തെ ഒന്ന് അറിയിക്കണം. ഈ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗം വാദിക്കുന്നത് എങ്ങനെയാണെന്ന് റഷീദ് ഏലംകുളവുമായുള്ള അവിടെ വീട്ടിൽ വെച്ച് നടത്തിയ ചർച്ചയില് അവർ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം. അഥവാ ഏതെങ്കിലും ഖബറിൽ കിടക്കുന്ന മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ തീരത്ത് ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്ന് റഷീദ് ഏലംകുളം അല്ല പറഞ്ഞത്, കൂടെ വന്ന ജഅഫർ ഇപ്പോഴും അത് സിഡിയിൽ ഉണ്ട് എന്നത് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാമെന്ന് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്ന്. അഥവാ പല മുസ്ലിയാക്കന്മാരും എഴുതിവിട്ടിട്ടുണ്ട്, സുന്നികൾ ഖബറുകൾ പോകുന്നത് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഖബറാളിയോട് പ്രാർത്ഥിക്കാനും കൂടിയാണ് എന്ന് എഴുതിവിട്ടിട്ടുണ്ട്. അത് മറുപക്ഷം സമ്മതിക്കുന്നുണ്ടോ? അഥവാ ഈ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് അത് എഴുതിവിട്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതോ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? അതൊക്കെ ഇവിടെ ഈ ചോദ്യ വേളയിൽ നമുക്ക് വ്യക്തമാകണം. സഹോദരന്മാരെ, നാം എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ സമുദായത്തെ ഒരു കടുത്ത വലാലത്തിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹു പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നത് അവർ മനുഷ്യനെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടാനാണ്. അതേസമയം ഇവിടെ ഈ ഇന്നത്തെ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണ്. അഥവാ പ്രാർത്ഥനകളും യാചനകളും അഭ്യർത്ഥനകളും എല്ലാം തന്നെ അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ മറ്റുള്ളവരോടും ചോദിക്കാമെന്ന് മാത്രമല്ല, അള്ളാഹിനോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് കണ്ടാൽ ഈ മനുഷ്യരൊക്കെ അങ്ങനെയല്ലേ ചോദിക്കാൻ മുതിരുകയുള്ളൂ. അതുകൊണ്ട് നാം ഇവിടെ വ്യക്തമായി ഒരു തീരുമാനത്തിൽ മനസ്സിൽ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് ഈ വേള നമുക്ക് സാധ്യമാകണം. അതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കണം. റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും നാം തള്ളി നീക്കേണ്ടത്. ചോദ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ എന്റെ പ്രസംഗത്തിലെ
പരാമർശ വിഷയമാണ് ചോദ്യം. ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട് എന്നോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയുന്നതാണ്. ഈ ആമുഖമായി പറയുന്ന വിഷയത്തിൽ ഞാൻ ഇനിയും ഒരുപാട് വാരി വലിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇൻഷാ അല്ലാഹ് ചോദ്യവേളയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയാമല്ലോ. അതുകൊണ്ട് അല്പം സമയം വൈകിയാണല്ലോ തുടങ്ങിയത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ലഭിക്കണം. അതുകൊണ്ട് ഞാൻ വിഷയം ഇവിടെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെക്കുറെ എന്തിനാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് നല്ല ഉദ്ദേശത്തിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.